പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്രോവേവ് സെൻസറാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയ ഉപകരണമാണ് മൈക്രോവേവ് സെൻസർ. ഒരു ചലനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മൈക്രോവേവ് സെൻസർ ഉപയോഗിക്കാവുന്നതാണ്. ഡോപ്ലർ എഫക്റ്റ് എന്ന തത്വമാണ് ഈ ഒരു സെൻസറിൻ്റെ പ്രവർത്തന തത്വം. ഈ ഒരു സെൻസറിൽ നിന്ന് 0.2 മില്ലി വാട്ടിലുള്ള മൈക്രോവേവ്സ് എപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മുന്നിലൊരു തടസ്സം വരുമ്പോൾ ആ മൈക്രോവേവ് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഒരു സെൻസറിൽ തിരിച്ച് ലഭിക്കുകയും ഒരു തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു സെൻസർ ഔട്ട്പുട്ടിനെ ട്രിഗർ ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനാണ് ഈ ഒരു സെൻസറിനുള്ളത്. നമുക്ക് AC 230 വോൾട്ടിലാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുക. 230 വോൾട്ട് ACയിൽ പ്രവർത്തിക്കുന്ന ലോഡുകൾ നമുക്കിതിന് നൽകാനായിട്ട് കഴിയും. ഫിലമെൻറ്റ് ലൈറ്റുകളാണെങ്കിലും 300 വാട്ട്സ് വരെയും, LED ലോഡുകളാണെന്നുണ്ടെങ്കിലും മറ്റ് ലോഡുകളും നമുക്ക് ഏതാണ്ട് ഒരു 1000 വാട്ട്സ് വരെയും ഇതിനകത്ത് ലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇതിനുള്ളിലുള്ളത് റിലേ സർക്യൂട്ടാണ്. ഇതിന് പ്രത്യേകതയുള്ളത് പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് നമുക്ക് ലോഡിലുള്ള ലൈറ്റ് പ്രവർത്തിപ്പിക്കണമോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള സെൻസർ, ലെക്സ് സെൻസറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചാൽ മതിയാവും. സൂര്യപ്രകാശത്തിൽ ലോഡ് ഓണാവണ്ടെന്നുണ്ടെങ്കിൽ ഓണാവില്ല. അതേസമയം രാത്രിയാവുമ്പോൾ ഇതിന് മുന്നിൽ ചലനം വന്നു കഴിയുമ്പോഴായിരിക്കും ആ ഒരു ലോഡ് പ്രവർത്തിക്കുക. അതേപോലെ തന്നെ വേണമെങ്കിൽ പകൽ സമയത്ത് പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലും ഇതിടാൻ കഴിയും. അപ്പോൾ പകലും രാത്രിയിലും ഇതിൻ്റെ മുന്നിൽ ചലനം വരുമ്പോഴായിരിക്കും ആ ഒരു ലോഡ് പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമതുള്ള ഒരു നോബ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ റേഞ്ചാണ് സെറ്റ് ചെയ്യാൻ കഴിയുക. ഏതാണ്ട് 2 മീറ്റർ മുതൽ 15 മീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. മൂന്നാമത് ഇതിൻ്റെ ടൈമിംഗ് ആണ്. ഇതിൻ്റെ മുന്നിലൊരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ലോഡ് എത്ര സമയം പ്രവർത്തിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 10 സെക്കൻഡ് മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ലോഡിനെ ട്രിഗർ ചെയ്യാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് 1 മിനിറ്റാണ് നമ്മൾ ആ ലോഡ് ട്രിഗറിങ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നിലൊരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരത്തേക്ക് ആ ഒരു ലോഡ് പ്രവർത്തിക്കും. 1 മിനിറ്റിനുള്ളിൽ വീണ്ടും ചലനം ഉണ്ടായാൽ വീണ്ടും ആ 1 മിനിറ്റ് ദൈർഘ്യം കൂടി വീണ്ടും ആ ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ റീട്രിഗറബിൾ മോഡിലാണ് ഈ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നത്. നമ്മൾ വലിയ വലിയ മോളിലും മറ്റുമൊക്കെ പോകുമ്പോൾ ഗ്ലാസ്സുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്നതും തുറക്കുന്നതുമൊക്കെ ചെയ്യുന്നത് ഈ ഒരു സെൻസറിനെ ആസ്പദമാക്കിയിട്ടാണ്. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ഗ്രേഡായിട്ടുള്ള സെൻസറാണ് അത്തരം ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു സെൻസറാണ് PIR സെൻസർ. അതിന് സ്വല്പം കൂടെ വിലയിൽ കുറവുണ്ടാവും, പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റിയും പിന്നെ ലൈറ്റിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സെൻസർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ കണക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള 3 കണക്ഷനാണുള്ളത്. ഇതിനകത്ത് ന്യൂട്രൽ കോമൺ ആണ്. ലോഡും ഡിവൈസും ന്യൂട്രൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ലൈൻ ഔട്ട് ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്, ട്രിഗർ ഔട്ടാണ്. പിന്നീട് അത് ലൈൻ ഇന്ന്, അതായത് ഫേസ് ഈ ഒരു ഡിവൈസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കണക്ഷൻ ഒരു സ്ക്രൂ ഡ്രൈവർ പോലും ഇല്ലാതെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. 3 പച്ച ബട്ടണുകൾ കാണുന്നത്, അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വയർ ഇതിനകത്തേക്ക് തള്ളി കൊടുത്താൽ മതിയാവും. അത് ഞാൻ ഓൾറെഡി 3 വയർ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു 200 വാട്ടിൻ്റെ ഫ്ലഡ് ലൈറ്റാണ് ഈ ഒരു മൈക്രോവേവ് സെൻസറിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കണക്ഷൻ വളരെ സിമ്പിളാണ്. ആദ്യം കാണുന്ന ലൈന് ഞാനിവിടെ പ്ലഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കാണുന്ന ന്യൂട്രൽ, അത് വൈറ്റ് വയറാണ്, അത് ലോഡിലേക്ക് കയറുന്നുണ്ട്. അത് തന്നെയാണ് വീണ്ടും വൈറ്റ് വയർ പ്ലഗിലേക്ക് പോകുന്നത്. അതായത് ലോഡ് ന്യൂട്രൽ ലൈൻ ഷെയർ ചെയ്യുകയാണ് ഈ ഒരു ഡിവൈസുമായിട്ട്. ശേഷം നടുക്കുന്ന് വരുന്ന വയർ, റെഡ് കളർ വയർ, അത് നമുക്കിവിടെ ഈ ഒരു ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിൻ്റെ ഫ്ലഡ് ആയതുകൊണ്ടാണ് ആ ഒരു റെഡ് വയർ ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നിൽ ചലനം ഉണ്ടാകുന്നിടത്തോളം ആ ഒരു ലൈറ്റ് ഓണായി തന്നെ ഇരിക്കുന്നതായിരിക്കും. അല്പസമയത്തേക്ക് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ ആ ഒരു ലൈറ്റ് നമുക്ക് അണയുന്നത് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ ലൈറ്റ് അണഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈ ഒന്ന് ജസ്റ്റ് അനക്കിയ കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലൈറ്റ് ട്രിഗർ ചെയ്യും. അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു സെൻസറാണിത്. ആർക്കെങ്കിലും ഈ ഒരു സെൻസറിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.